ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി ട്രോളി സെറ്റ് ചെയ്യുന്നതാണ്. സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, പർച്ചേസിംഗ് ഉണ്ട്, കസ്റ്റമറിന് കൊണ്ടു കൊടുക്കുന്നത് വരെ ഉണ്ട്. മിനി ട്രോളി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഓർഡർ വന്നത്. ഒരു ബേബിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ആൾക്ക് റിക്വയർമെന്റ് ഒക്കെ എന്താണോ എനിക്ക് തോന്നുന്നത് അത് ചെയ്യാനാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് നിലമ്പൂർ ജാം ജൂമിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ തന്നെ ഒരു പാലടന്റെ കൗണ്ടർ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പാലട. ഈ ഒരു ടേസ്റ്റ് ഞാൻ വേറെ എവിടെ നിന്ന് കുടിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. കിയുവിനെ ഇങ്ങനെ ട്രോളിയിൽ ഇരുത്തിയിട്ടില്ലെങ്കിൽ ആളലമ്പാക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ പോയത് പാമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഈ ട്രോളിയിലെ ഫസ്റ്റ് ഐറ്റം അപ്പൊ ഇതാണ് പാമ്പേഴ്സ്. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരെണ്ണം വാങ്ങി. പിന്നെ നമ്മളെ ബർത്ത്ഡേ ഉള്ളത് ഒരു ബേബി ഗേളിനാണ്. ഇപ്പൊ കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയി. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാം ഭയങ്കര ക്യൂട്ട് കാണാൻ. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണൊക്കെ പറക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ക്രിസ്മസിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിലുള്ള ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, വെറുതെ വീഡിയോ എടുത്തു മാത്രം. അപ്പൊ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു സെറ്റ് ചെയ്തതൊക്കെ രസമായിട്ടുണ്ട്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കാര്യ പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ട്രോളിന്റെ ഇൻസൈഡ് വ്യൂ. ഇതിൽ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ കൊള്ളും. ഒരു ചെറിയ പോക്കറ്റും ഉണ്ട്, അതിന്റെ ബാക്കിലായിട്ട് ഒരു വലിയ പോക്കറ്റും ഉണ്ട്. ഞാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വാങ്ങിയ പാമ്പേഴ്സ് തന്നെ തുടങ്ങാം. അപ്പൊ ഒരു സൈഡില് പാമ്പേഴ്സ് ഒക്കെ വെച്ചു. പിന്നെ ഇതാ ഈ ഒരു ഡോളിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഡോളിന്റെ തലയിൽ ഇതാ ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട്, അത് ഇങ്ങനെയല്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് അതിന്റെ മേലെ വെച്ചെന്ന് മാത്രം. ഇത് പിടിക്കാൻ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരെണ്ണം എനിക്ക് എന്റെ കിയുവിന് വാങ്ങി കൊടുക്കണം. പിന്നെ എന്താണെന്നറിയോ, കിയു ആൺകുട്ടിയാണല്ലോ, അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാണോ. അങ്ങനെ ഒരു സൈഡില് നമ്മളെ പാമ്പേഴ്സും ഈ ഒരു ഡോളിനെയും കൂടെ ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു സൈഡിൽ ഫില്ലായി. അടുത്ത സൈഡിൽ ഇതാ ഇതുപോലെ കുറെ ഹെയർ ക്ലിപ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടല് 16 പീസ് എങ്ങാനും ഉണ്ട് ഈ ഒരു പാക്കറ്റിൽ. രണ്ടെണ്ണത്തിലും കൂടിയാണ് കേട്ടോ. അല്ലെങ്കിലും ചെറിയ മക്കളെ ഹെയർ ആക്സസറീസ് ഒക്കെ കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഈ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ജാം ജോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഈ ട്രോളി ഞാൻ വാങ്ങിച്ചത് എവിടുന്നാന്നുള്ള ചോദ്യം എന്തായാലും വരും. അപ്പൊ ഞാനിത് വാങ്ങിച്ചുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ്. പേജിന്റെ പേര് മാജിക് മെമ്മോയർ എന്നാണ്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കിലുള്ള കമ്പാർട്ട്മെന്റിൽ ഞാൻ 2 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ ദാ ഈ ഒരു ഹെയർ ബോന്റെ സെറ്റ് ആണ്. ഒരു പാക്കിൽ 5 വരുന്ന ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ ഇത്. 5ഉം ഡിഫറെന്റ് കളറിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ ആകുമ്പോൾ അതിൽ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം വേണമല്ലോ, അതുകൊണ്ട് ഒരു പാക്ക് കിസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിൻഡർ ചോക്കോന്റെ ഒരു പാക്കും വാങ്ങി. പിന്നെ അവർ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നല്ല ഫോട്ടോസ് നോക്കിയിട്ട് ഏതെങ്കിലും 3 നല്ലത് നോക്കിയിട്ട് മിനി ഫ്രെയിം സെറ്റ് ചെയ്യാനാ പറഞ്ഞത്. അങ്ങനെ ഞാനൊരു വുഡൻ കളറിൽ വരുന്ന മിനി ഫ്രെയിം ആട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റിൽ കാണിച്ചില്ലേ ഈ ഒരു ഹെയർ ബാൻഡ്, അത് ഞാൻ ഇതിന്റെ കൂടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കമ്പാർട്ട്മെന്റും ഫിൽ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ വെച്ചത് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ട്രോളിയൊക്കെ ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വെക്കുന്നതാ ഈ ഒരു സ്പേസിലാണ് കേട്ടോ, അല്ലാണ്ട് വേറെ സ്പേസ് ഇല്ലാന്നേ. അങ്ങനെ നമ്മളെ ട്രോളിയിലുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നെറ്റിന്റെ ഒരു പീസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അത് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി വിചാരിച്ചതാണ് യാതൊരുവിധ ഗമ്മും ഇതിൽ യൂസ് ചെയ്യരുതെന്ന്. ലൈക്ക് ഫ്ലക്സ് ക്യൂക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പാട് വരും. ഒന്നാമത് നമ്മൾ ആ നോർമൽ ബോക്സിന്റെ പോലെയല്ല, ഈ ട്രോളി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ പിന്നെ ഫ്ലക്സ് ക്യൂക്ക് ടൈപ്പ് എന്തെങ്കിലും ഗമ്മൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലവർ ബഞ്ച് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തു. പിന്നെ ഒരു ബേർഡിന്റെ ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടോപ്പർ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ട്രോളിന്റെ ഫൈനൽ ലുക്ക്. ഇനി ഇത് നമ്മളെ ബർത്ത്ഡേ ഗേളിൽ കൊണ്ടു കൊടുക്കണം. ആളെ ബർത്ത്ഡേ ഇന്നാണ് കേട്ടോ. നോർമലി ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാറൊന്നുമില്ല. ഇത് നമ്മളെ വീടിന്റെ അടുത്തുള്ള പ്ലേസ് ആയതുകൊണ്ടാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അവരെ വീടിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താന്ന് വെച്ചാൽ ഇത് അവർക്ക് ഇഷ്ടാവോ
ഇഷ്ടാവോ? എന്താ പറയാന്നൊക്കെ ആലോചിച്ചിട്ട്. ഇത് ആക്ച്വലി നമ്മളെ ബർത്ത്ഡേ ഗേളിന്റെ അമ്മേന്റെ അനിയത്തിന്റെ വകയാണ് കേട്ടോ ഗിഫ്റ്റ്. അങ്ങനെ ഡോറൊക്കെ തുറന്ന് ഓര് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. പടച്ചോനെ ഇനിയിപ്പോൾ എന്താ പറയാ? അവർക്ക് ഇഷ്ടാവോ? പക്ഷെ അവർക്ക് ഒരുപാട് ഇഷ്ടായിന്ന് നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞു. അവരൊരുപാട് ഹാപ്പിയാന്ന് പറഞ്ഞപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.